ഏറെ പ്രതീക്ഷയോടെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറിയത്. ഏകദിന ലോകകപ്പ് വരാനിരിക്കെ ഫോം തെളിയിക്കേണ്ട ബാധ്യത ഇരുവർക്കുമുണ്ടായിരുന്നു. യുവതാരങ്ങൾ സീറ്റിനായി ഒപ്പം നിൽക്കുമ്പോൾ രോഹിത്തിൽ നിന്നും വിരാട്ടിൽ നിന്നും വമ്പൻ ഇന്നിങ്സുകളാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ആരാധകരുടെ ഇഷ്ടതാരങ്ങൾ തല താഴ്ത്തി മടങ്ങുന്നതാണ് കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ രോഹിത് ശർമ്മ ബൗണ്ടറി അടക്കം നേടി പ്രതീക്ഷ നൽകിയെങ്കിലും 14 പന്തിൽ 8 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. ജോഷ് ഹേസൽവുഡിൻ്റെ പന്തിൽ മാറ്റ് ട്രെൻഷോയ്ക്ക് ക്യാച്ച് നൽകിയാണ് രോഹിത്തിൻ്റെ പുറത്താകൽ. ഹേസൽവുഡിൻ്റെ എക്സ്ട്രാ ബൗൺസ് കെണിയിൽ രോഹിത് ശർമ്മ വീഴുകയായിരുന്നു. ഹേസൽവുഡിൻ്റെ ഓവറിലെ രണ്ടാം പന്ത് വലിയ ഷോട്ട് കളിക്കാൻ രോഹിത് ശ്രമിച്ചപ്പോൾ ടൈമിംഗ് തെറ്റി. എഡ്ജാവാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മൂന്നാം പന്ത് ഓഫ് സൈഡിലേക്ക് എത്തിയപ്പോൾ അതിൽ നിന്നും കഷ്ടിച്ചാണ് എഡ്ജാവാതെ രക്ഷപ്പെട്ടത്. ഓസ്ട്രേലിയയിൽ വലിയ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. 2027 ഏകദിന ലോകകപ്പ് രോഹിത്തിനെ സംബന്ധിച്ച് സ്വപ്നമാണ്. ഇത് നടപ്പിലാക്കാൻ രോഹിത്തിന് ഫോമിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഹിറ്റ്മാൻ പുറത്തെടുത്തത്. രോഹിത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം നിർണായകമായിരുന്നു. താരത്തിൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ 500ാം മത്സരമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രകടനം എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ മികവ് കാട്ടാൻ രോഹിത്തിന് സാധിക്കാതെ പോയി എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. 100ാം മത്സരത്തിൽ 15 റൺസും 200ാം മത്സരത്തിൽ 21 റൺസും 300ാം മത്സരത്തിൽ 8 റൺസും 400ാം മത്സരത്തിൽ 15-46 എന്നിങ്ങനെയായിരുന്നു രോഹിത്തിൻ്റെ പ്രകടനം. ഇപ്പോഴിതാ 500ാം മത്സരത്തിലും രോഹിത് നിരാശപ്പെടുത്തി മടങ്ങിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ ഇന്ത്യയുടെ നായകസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ആദ്യത്തെ മത്സരമാണിത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന സമ്മർദ്ദം രോഹിത്തിനില്ല. അതുകൊണ്ട് രോഹിത്തിൽ നിന്ന് തകർപ്പൻ പ്രകടനം എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ നിരാശപ്പെടുത്തിയാണ് അദ്ദേഹം പുറത്തായത്. ഇത്തവണ ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ പരമ്പര നേടാൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ രണ്ടുപേരും നിരാശപ്പെടുത്തി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ വിരാട് കോഹ്ലി അക്കൗണ്ട് തുറക്കാതെയാണ് മടങ്ങിയത്. ഇന്ത്യ വലിയ പ്രതീക്ഷയോടാണ് വിരാട് കോഹ്ലിയുടെ പ്രകടനത്തെ കണ്ടത്. എന്നാൽ 8 പന്ത് നേരിട്ട കോഹ്ലി അക്കൗണ്ട് തുറക്കാതെ മടങ്ങി. ഇടംകൈയ്യൻ പേസർ മിച്ചൽ സ്റ്റാർക്കാണ് വിരാട്ടിൻ്റെ വിക്കറ്റ് എടുത്തത്. ഇടംകൈയ്യൻ പേസർമാർക്കെതിരെ കോഹ്ലിയുടെ കണക്കുകൾ അല്പം മോശമാണ്. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പുറത്താകലും. വലിയ ഇടവേളയ്ക്ക് ശേഷം കളിക്കാനിറങ്ങിയ കോഹ്ലിയുടെ ഫോം എങ്ങനെയാവുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു. ആരാധകർ ഭയന്നതുപോലെ കോഹ്ലി ഡക്കായി മടങ്ങുകയും ചെയ്തു. അതും പഴയ ദൗർബല്യമാണ് കോഹ്ലിയെ വേട്ടയാടുന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഏറെ നാളുകളായി ഓഫ് സൈഡിലെ കെണി കോഹ്ലിയെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഓഫ് സൈഡിന് പുറത്തെത്തുന്ന പന്തിൽ ബാറ്റ് വെച്ച് കോഹ്ലി മടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള പ്രശ്നമാണ്. ഇത് ആവർത്തിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ താരം നടത്തിയത്. ഓഫ് സൈഡിലെത്തിയ എക്സ്ട്രാ ബൗൺസ് പന്തിലാണ് കോഹ്ലിയുടെ മടക്കമെന്നാണ് എടുത്തു പറയേണ്ടത്. കോഹ്ലിക്ക് ഈ ദൗർബല്യം പരിഹരിക്കാനാവാത്തത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. 2027 ഏകദിന ലോകകപ്പ് കളിക്കണമെന്ന ആഗ്രഹം വിരാട് കോഹ്ലിയും നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിലെ പ്രകടനം നോക്കുമ്പോൾ കോഹ്ലിക്ക് ഇനിയും ഭാവി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളേറെയാണ്. മികച്ച ഫിറ്റ്നസ് നിലനിർത്താൻ കോഹ്ലിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കോഹ്ലിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതിനാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 2012 കോഹ്ലി ആദ്യമായി ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര കളിക്കുന്നത്. കോഹ്ലിയുടെ ഓസീസിലെ ഏകദിന പരമ്പരയിലെ ആദ്യ ഡെക്കാണിതെന്നും എടുത്തു പറയേണ്ടതുണ്ട്. കോഹ്ലി പടിയിറങ്ങേണ്ട സമയമായെന്ന് വ്യക്തമാക്കുന്ന പ്രകടനമാണ് സമീപകാലത്തായി കാഴ്ചവെക്കുന്നത്. 2020 അദ്ദേഹത്തിന് ശരാശരി 50ൽ താഴെ പോയിരിക്കുകയാണ്. ടെസ്റ്റ് ശരാശരിയും 50ൽ താഴെ എത്തി. ഇപ്പോൾ ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരിയും 50ൽ താഴെയാണ്. 51.03 നിന്ന് 49.14 കോഹ്ലിയുടെ ശരാശരി താഴ്ന്നിരിക്കുകയാണ്. കോഹ്ലിക്ക് പഴയ മികവ് അവകാശപ്പെടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതാണ് നല്ലത്. കോഹ്ലിക്ക് മികച്ച കണക്കുകൾ നിലവിൽ അവകാശപ്പെടാം. ഇനിയും തുടർന്നാൽ ഇതിന് ചീത്തപ്പേര് കേൾക്കേണ്ടതായി വരും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.